അല്ല, കേരളം ഇപ്പോൾ ഒരു ഭരണത്തിൻ്റെ അവസാന നാളുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന പോക്കിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇവർ പ്രകടന പത്രികയിൽ പറഞ്ഞതൊന്നും തന്നെ എല്ലാം തീർത്തോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഈ രീതിയിൽ ഒരു സമര പരമ്പര പോകുമ്പോൾ ഈ ആശുപത്രിയിലെ അത്യാഹിതത്തിൽ പോലും ആളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരനാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്. മണിക്കൂറുകൾ ക്യൂ നിന്ന് വേദന ഉൾക്കൊണ്ടാണ് നമ്മൾ ആ ക്യൂവിൽ നിൽക്കുന്നത് തന്നെ. അപ്പോൾ സർക്കാർ ആശുപത്രി, സാധാരണക്കാരൻ്റെ ആശുപത്രി, അവിടെ ഇങ്ങനെ ഡോക്ടറില്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഒരു വിഷയം. രണ്ട്, ഈ ഊബർ തൊഴിലാളികൾ എന്ന് പറയുന്നത്, ഈ പറയുന്ന ആഹാരം ഒന്ന് കഴിക്കുന്നവരെക്കാൾ അതും കൊണ്ട് ഈ കണ്ട വാഹനത്തിനിടയിലൂടെ സഞ്ചരിക്കുന്ന പാവം ചെറുപ്പക്കാർ, അതിൽ പഠിക്കുന്നവരുണ്ട്, അല്ലാതെ ഉപജീവനത്തിന് വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ വയറ്റത്തടിക്കുന്ന അത് മറ്റൊരു പ്രക്രിയ. പിന്നെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന തൊഴിൽ മേഖല, തൊഴിലാളികളുടെ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പറയും ഭരണത്തിലേറുമ്പോഴേ ഈ പറയുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ, അതിന് ഒരുപാട് മറ്റ് കണ്ടീഷൻസ് ഉണ്ടെന്നൊക്കെ പറയും. ഏതായാലും അവർക്ക് ഇപ്പം ഇതൊന്നും സംസാരിക്കാനോ എടുക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും നേരമില്ല. അവരിങ്ങനെ പോകുന്ന പോക്കിൽ ചെയ്തു തീർക്കാനും പേര് പ്രശസ്തി ഉണ്ടാക്കാനും അല്ലെങ്കിൽ സുഖിക്കലിൻ്റെ അവസാന ഭാഗവുമായിട്ട് അവരിങ്ങനെ നടക്കുവാണ്.